കൊല്ലം കൊട്ടാരക്കര പള്ളിക്കലിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരണം ഉറപ്പാക്കാനായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിനി സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേന്ദ്രൻപിള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഭാര്യയ്ക്ക് മറ്റു ചിലരുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതിന്റെ വിരോധത്തിലാണ് കൊല നടത്തിയതെന്നുമാണ് സുരേന്ദ്രൻപിള്ള പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തർക്കത്തിനിടെയാണ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് ഇയാൾ കൊലപ്പെടുത്തുന്നത്. പിന്നീട് മരണമുറപ്പിക്കാനായി ആയുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മുൻപും ഇയാൾ ഭാര്യയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു. ആ സമയത്ത് ബന്ധുക്കൾ ഇടപെട്ടായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഏറെക്കാലമായി പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു. സംശയമാകാം കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരത്തിൽ നിന്ന് ലഭിക്കുന്നത്. കൊലയ്ക്ക് ശേഷം ഓട്ടോറിക്ഷയിൽ കൊട്ടാരക്കര സ്റ്റേഷനിലെത്തിയ ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് തന്നെ പറയുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. ഇരുവർക്കും 2 മക്കളാണുള്ളത്. രണ്ടുപേരും വിദേശത്താണ്. ഒരാൾ നാട്ടിൽ അവധിക്ക് അടുത്തിടെ എത്തിയിരുന്നു. സംഭവത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടത്തിവരികയാണ്. കൊല്ലപ്പെട്ട സരസ്വതി അമ്മയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സംഭവം ചെറിയ വീട്ടുവഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞത്, പക്ഷെ പുറത്താരും അറിയത്തക്ക രൂപത്തിലില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിചാരമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. കിടപ്പ് അടുക്കളയ്ക്ക് തൊട്ടിപ്പുറത്തെ മുറിയില്ല. അവരും ഭർത്താവ് 2 പേരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.